ഹേ ഗൈസ്, അപ്പോൾ AB ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്ന് നമ്മുടെ ഈ കിഡിൽ നമ്മുടെ വയനാടൻ വ്ളോഗറിൻ്റെ വയനാടൻ ടൂറിസ്റ്റ് ബസ് നമ്മുടെ ബസ് സൈഡിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിരുന്നത് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ മോഡ് ലിങ്ക്, റിവറി ലിങ്കും ഒരു മോഡ് ലിങ്ക് ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. റിവറി ലിങ്ക് ഒരു വീഡിയോയുടെ ലിങ്കായിട്ടും അത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഈ മോഡ് ലിങ്ക് എടുക്കുമ്പം നേരെ ഷെയർ മോഡ്സിൻ്റെ പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ പേജിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഏകദേശം താഴോട്ടാക്കുമ്പോൾ ക്രിയേറ്റ് ലിങ്ക് എന്ന് കാണിക്കും. ഏതോ ബ്ലോക്ക് എന്നൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഇട്ടാവുകയും ചെയ്യേണ്ട. അപ്പോൾ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തിട്ട് കൗണ്ടറിന് ഇങ്ങനെ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് അപ്പോൾ തന്നെ ബേക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരും. ഡൗൺലോഡും അതുപോലെ ഡൗൺലോഡ് നോക്കിയിട്ട് അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ബേക്ക് അടിക്കുക. ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ഇതാണ് ചെയ്തിട്ട് ആദ്യമായിട്ടൊന്ന് കഴിച്ചപ്പോൾ ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തു, ബേക്ക് അടിച്ചു. അത് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വന്നു. ഡൗൺലോഡ് കൊടുത്ത് ബേക്ക് അടിച്ചു. ഡൗൺലോഡ് അഗെയിൻ കൊടുത്തു. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് ഉള്ളതുകൊണ്ടാണ് ഡൗൺലോഡ് അഗെയിൻ വന്നത്. നമുക്ക് ഡൗൺലോഡ് ആവുന്നൊക്കെ നോക്കിയിട്ട് വരാം. ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ്സിൽ പോയി ഡൗൺലോഡ് ആവുന്നുണ്ട്. സ്പീഡിൽ തന്നെ ആവുന്നുണ്ട്. ഏകദേശം 15 MB ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ മോഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇനി നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത യൂട്യൂബ് വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ എടുക്കുക. ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ തന്നെ ഒരു പേജ് ഉണ്ട്. അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പം നമുക്ക് ഇവരുടെ പേജിലോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനൊരു പേജ് എത്തും. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോകുമ്പോൾ നമുക്കിവിടെ റിവറി ലിങ്ക് 7K 4K എന്ന് കാണിക്കും. അപ്പം അതിൽ നിങ്ങൾക്ക് ഏത് വേണം, 7K വേണം 4K വേണം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് വരും. സംഭവം ഗൈസ്, നമ്മളിത് കയറ്റി കഴിയുമ്പോൾ ഇതിന് മുകളിൽ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ വരും. അപ്പോൾ ഡൗൺലോഡ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിലോട്ട് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കാത്തത്. റിവറി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ട് പിന്നെ മോഡ് എടുത്തിട്ട് ഇമ്പോർട്ട് എടുത്തിട്ട് ഡിവൈസ് ഗാലറി എടുത്തിട്ട് നിങ്ങൾ ഏതിലാണോ നിങ്ങളുടെ സ്ഥലം ഡൗൺലോഡ് ആയത് അതെടുക്കുക. ഡൗൺലോഡ്സിൽ പോയിട്ട് ബസ് മോഡ്സിലോ അല്ലെങ്കിൽ കേരള മോഡ്സിലോ ഉണ്ടാവും ഇത്. അപ്പം എനിക്കിത് അല്ലാണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങളുണ്ട്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തതുണ്ട്. അപ്പോൾ സെറ്റ് ബക്ക് എടുത്തിട്ട് നേരെ ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ബൈയിങ് ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസുള്ള ബൈയിങ് ഓപ്ഷൻ എടുത്തിട്ട് ഇത് ബൈ ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ബസ് വരുന്നതായിരിക്കും. ഇനി റിവറി ആഡ് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ റീസെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. റിവറി ആഡ് ചെയ്യുന്ന നമ്മൾ ഈ സൈഡിൽ റിവറിയുടെ ഓപ്ഷൻ എടുത്തിട്ട് ഹൈ റെസൊല്യൂഷൻ കൊടുക്കുക. എന്നിട്ട് ബ്രൗസർ റിവറി എടുക്കുമ്പോൾ നേരെ ആദ്യം ഡിവൈസ് ഗാലറിയിലോട്ട് പോകും. എന്നിട്ട് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ റിവറി ഡൗൺലോഡ് ചെയ്ത് കാണും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വയനാടൻ ബസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.